തൃശൂരിൽ ബി.ജെ.പിയുടെ പ്രചാരണ ബോർഡുകൾ നീക്കം ചെയ്യാനൊരുങ്ങി കോർപ്പറേഷൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകളാണ് നീക്കം ചെയ്തത്. പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകർ തന്നെ ബോർഡുകൾ തിരികെ കെട്ടി. രാഷ്ട്രീയപരമായ പകപോക്കലാണിതെന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ പറഞ്ഞു. ഇത്തരത്തിൽ അദ്ദേഹത്തിനെ വരവേൽക്കുന്നതിനായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്, പക്ഷേ അത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ഉണ്ടായി. എന്തായാലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആ ബോർഡുകൾ തിരികെ നൽകിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ ബി.ജെ.പി പ്രവർത്തകർ ബോർഡുമായി എത്തിയിരിക്കുകയാണ്. ആ കോർപ്പറേഷന്റെ ഗേറ്റിൽ ആ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ആ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് വളരെ ഒരു വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഇവിടെ നടന്നത്. ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇത്തരത്തിൽ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബി.ജെ.പിയുടെ ഫ്ലെക്സ് ബോർഡുകൾ, അതായത് പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ഈ മേയർ ഒരുങ്ങിയത്. ആ മേയറുടെ നിർദ്ദേശപ്രകാരം അവിടെ രാവിലെ ഈ കോർപ്പറേഷന്റെ ജീവനക്കാർ എത്തിയപ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞതാണ് അത് മാറ്റരുതെന്ന്. അതിനുശേഷം ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകർ ഒന്നാകെ വന്നുകൊണ്ട് ആ വണ്ടി തടഞ്ഞ് ഇടുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് ഒരു സംഘർഷ സാധ്യത നിലനിന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ കൊടിതോരണങ്ങളും വലിച്ചു കീറിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ജീവനക്കാർ അത് നീക്കം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. എന്തായാലും പ്രതിഷേധത്തിനൊടുവിൽ അവരെ കൊണ്ട് തന്നെ തിരികെ കെട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ആ ബോർഡുമായി കോർപ്പറേഷന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ബി.ജെ.പി പ്രവർത്തകർ വന്നു. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ വളരെ വലിയ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകർ ഒന്നാകെ തന്നെ വളരെ വികാരഭരിതരായി തന്നെയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ അധികൃതർ തയ്യാറാവുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമാണ് ആയാണ് പ്രവർത്തകരൊന്നാകെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈയൊരു നീക്കം തികച്ചും പ്രധാനമന്ത്രിയുടെ വരവിനെ ഭയപ്പെടുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദർശനം രാഷ്ട്രീയ മാറ്റം സൃഷ്ടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ബി.ജെ.പി പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തുകയാണ്. കോർപ്പറേഷന് മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡ് കോർപ്പറേഷന് മുന്നിലുള്ള ഗേറ്റിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മേയർക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായും ഈ ഒരു CPM-ന്റെ നീക്കം ഇതിലൂടെ തന്നെ വ്യക്തമാണ്. കാരണം മറ്റ് സംഘടനകളുടെ ബോർഡുകളൊന്നും നീക്കം ചെയ്യാതെ ബി.ജെ.പിയുടെ മാത്രം ബോർഡുകളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് INTUC-യുടെ സംസ്ഥാന സമ്മേളനം ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു. എന്നിട്ടും ഒരു ഫ്ലെക്സ് ബോർഡ് പോലും എടുത്തു മാറ്റുവാൻ കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല. അതോടൊപ്പം തന്നെ CPM-ന്റെ ഉൾപ്പെടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ മേയറുടെ ചിത്രം പതിപ്പിച്ച ഫ്ലെക്സ് ബോർഡുകളും ഈ സ്വരാജ് റൗണ്ടിലുണ്ട്. അതൊന്നും തന്നെ ഇവിടെ നീക്കം ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി മറ്റന്നാൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ സമയത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയ പ്രവർത്തകർ നടത്തിയത്. അതിനുശേഷം ഈ വാഹനങ്ങളിലെത്തിയ ജീവനക്കാരെ തടഞ്ഞു വെക്കുകയും അവരെ കൊണ്ട് തന്നെ കെട്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇനിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ വളരെ വലിയ പ്രതിഷേധമായിരിക്കും ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സന്ദർശനം, പ്രധാനമന്ത്രിയുടെ സന്ദർശനം തൃശ്ശൂരിൽ നടക്കാനിരിക്കെ വളരെ വലിയ ഒരുക്കങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ 2 ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഇവിടെ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടി സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വലിയൊരു പങ്കാളിത്തം
ഈ ഒരു ഒരുക്കങ്ങൾക്കുണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ് തൃശ്ശൂരിൽ നിന്നിരുന്നത്. ആ സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത്. അതിനെതിരെ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ സംഘടിച്ചെത്തിയാണ് ഈ നീക്കത്തെ പ്രതിരോധിച്ചത്. എന്തായാലും നേരത്തെ തന്നെ കൗൺസിലർമാരും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരന്നു. അവരൊക്കെ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ തിരികെ ഇപ്പോൾ കോർപ്പറേഷന്റെ മുന്നിലുള്ള ഗേറ്റിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ സംസാരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴും ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോഴും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലും അദ്ദേഹത്തിന് സ്വാഗത ബോർഡുകൾ ഞങ്ങൾ ഉയർത്തിയത്. ആ ബോർഡുകൾ CPMന്റെ രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ് ഇന്ന് പട്ടാപ്പകൽ ഇതിന്റെ സംഘാടകരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്നും എടുത്തു മാറ്റിയത്. ഇത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് കാണുകയാണ്. ഈ പരിപാടി അലങ്കോലമാക്കാനുള്ള, പരിപാടി പരാജയപ്പെടുത്താനുള്ള CPMന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിയത്. ഇത് രാഷ്ട്രീയ വിവേചനമാണ്. പിണറായി വിജയന്റെ പരിപാടി നടന്ന സമയത്ത് ആയിരക്കണക്കിന് ബോർഡുകൾ അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ ഈ നഗരത്തിൽ സ്ഥാപിച്ചു. ഒരു മേയറും ഉണ്ടായിരുന്നില്ല ആ ബോർഡുകൾ എടുത്തു മാറ്റാൻ. ഈ മേയർ തന്നെ സ്വന്തം ഫ്ലക്സ് ബോർഡുകൾ ദിനം പ്രതി ഈ നഗരത്തിൽ സ്ഥാപിക്കുന്നു. സ്വന്തം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന മേയറാണ് പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് അഴിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് വിവേചനമല്ലെങ്കിൽ മറ്റെന്താണ്? ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദയ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഭരണമാണ് തൃശൂർ കോർപ്പറേഷനിലെ എന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ബോർഡിൽ തൊട്ട് കളിച്ചാൽ ആ കസേരക്ക് അധികം നാൾ ആയുസ് ഉണ്ടാകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ കോർപ്പറേഷനിലേക്ക് നടത്തിയത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ്. നിങ്ങൾ ബോർഡ് അഴിച്ചു മാറ്റിയാൽ നിങ്ങളുടെ കോർപ്പറേഷനിൽ വന്ന് ഞങ്ങൾ ബോർഡ് കെട്ടുമെന്ന് പ്രതീകാത്മകമായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ഇനിയും നിങ്ങൾ ബോർഡ് അഴിച്ചു മാറ്റിയാൽ മേയർ ഇരിക്കുന്ന കസേരയിൽ നരേന്ദ്രമോദിയുടെ ബോർഡ് ഞങ്ങൾ സ്ഥാപിക്കുമെന്ന് സൂചന നൽകിക്കൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിച്ചതായി, ഞങ്ങൾ സ്ഥാപിച്ച ബോർഡുകൾ അഴിച്ചു മാറ്റുന്നതായി പ്രഖ്യാപിച്ച് ഞാനൊരു വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത്തരത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധം തന്നെയാണ്. ഇനിയും ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ തീർച്ചയായും വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി BJP പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് തന്നെ കടന്നു വരുമെന്ന് തന്നെയാണ് BJP ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മറ്റ് ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്തെടുത്തു നിന്നും അവിടേക്ക് തന്നെ തിരികെ കെട്ടിച്ചിരിക്കുകയാണ് BJP പ്രവർത്തകർ. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി തൃശ്ശൂർ കോർപ്പറേഷൻ നീക്കം ചെയ്യുകയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.